ഇപ്പം ഈ ട്രംപിന്റെ ഭീഷണികളിൽ ഒന്ന്, നിങ്ങൾ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നു. എണ്ണ മാത്രമല്ല, ആ മോഡിയുടെ അളിയനെയാണ് ട്രംപും തെളിയിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിൽ നേരിട്ട് പുള്ളി പറയുകയാണ് എനിക്ക് നോബൽ സമ്മാനം തരണമെന്ന്. പാകിസ്ഥാനും പറഞ്ഞിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിട്ടല്ല യുദ്ധം ഒഴിവാക്കേണ്ടത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രശ്നങ്ങൾ നയതന്ത്രപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. മറ്റു മാർഗങ്ങളെല്ലാം ഉണ്ട്. വർഗീയതയും സംഘർഷങ്ങളും അതിർത്തി തർക്കങ്ങളും യുദ്ധങ്ങളും, വർഗീയതയുടെ അടിസ്ഥാനത്തിൽ കൂടി അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം നിലനിർത്തേണ്ടത് ചൂഷകവർഗത്തിന്റെയും സാമ്രാജ്യത്വത്തിന്റെയും നിലനിൽപ്പിനും അവരുടെ കുടില നീക്കങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ അതിനും ആവശ്യമാണ് അതിർത്തി തർക്കങ്ങൾ, സംഘർഷങ്ങൾ, യുദ്ധത്തിന്റെ അന്തരീക്ഷം. കാരണം അമേരിക്കൻ സമ്പദ്ഘടനയെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ, അമേരിക്കൻ സമ്പദ്ഘടനയിൽ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്ന വ്യവസായം യുദ്ധോപകരണ നിർമ്മാണ വ്യവസായമാണ്. അപ്പോ ഈ യുദ്ധോപകരണ നിർമ്മാണ വ്യവസായം ശക്തിപ്പെടണമെങ്കിൽ ലോകത്ത് സംഘർഷങ്ങൾ ഉണ്ടാവണം, യുദ്ധങ്ങൾ ഉണ്ടാവണം. ഇത് ആർട്ട് ബുച്ച്വാൾ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, മരിച്ചുപോയി അദ്ദേഹം. ആർട്ട് ബുച്ച്വാൾ നമ്മുടെ VKN ഈ എഡിറ്റ് പേജിൽ വളരെ ഒരു 4-5 പാരഗ്രാഫുകൾ മാത്രം ദൈർഘ്യമുള്ള രസികൻ രചനകൾ നടത്തി നമ്മൾ വായിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ VKന്റെ വലിയ പ്രചോദനം ഈ ആർട്ട് ബുച്ച്വാൾഡാണ്. പരമരസികനാണ് ഈ ആർട്ട് ബുച്ച്വാൾഡ്. വളരെ ചിന്തോദ്ദീപകമായ കാര്യങ്ങൾ ആർട്ട് ബുച്ച്വാൾഡ് പറയും, എഴുതും. അദ്ദേഹം മരിച്ചു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിന് സിൻഡിക്കേറ്റഡ് കോളമാണ്. അദ്ദേഹം എഴുതുന്നത് ഒരു രാജ്യത്ത് 1-2 പത്രത്തിന് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം അനുമതി കൊടുക്കും. അതിന് ചില്ലറ പൈസ അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് ഇന്ത്യയിൽ ഹിന്ദുവും ഹൈദരാബാദിൽ നിറയിക്കൊണ്ടിരിക്കുന്ന ഡെക്കാൻ ക്രോണിക്കിളുമാണ് അദ്ദേഹത്തിന്റെ ഈ ആഴ്ചയിൽ 1 എന്ന തോതിലുള്ള രചനകൾ. അതിൽ ഒന്ന് മാത്രം ഞാൻ പറയാം. അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്. പെന്റഗൺ അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം നിൽക്കുന്ന സ്ഥലമാണ് പെന്റഗൺ. മറ്റേ ട്വിൻ ടവേഴ്സ് എല്ലാം വിമാനം കൊണ്ടിടിച്ച് വീഴ്ത്തിയപ്പോ വേറൊരു വിമാനം പോയി ഇടിച്ചത് ഈ പെന്റഗണിന്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഇടിച്ച് തകർക്കുകയുണ്ടായി. അന്ന് പെന്റഗണിനെ കുറിച്ച് വന്നിരുന്നു. അമേരിക്കയുടെ പ്രതിരോധ മന്ത്രാലയം. അവിടെ വഴിയുണ്ട്. അപ്പൊ ആർട്ട് ബുച്ച്വാൾഡ് ഈ ആയുധ വ്യാപാരികളെ ഈ പെന്റഗൺ തെരുവിൽ ഇരുവശത്തും ഇരിക്കുന്ന വഴിയോര കച്ചവടക്കാരായിട്ടാണ് തന്റെ രചനയിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഒരു 3-4 ലോക രാജ്യത്തിലെ ഭരണാധികാരി ഈ വഴി കൊണ്ട് നടന്നു വരികയാണ്. അപ്പം ഒരു ആയുധ കച്ചവടക്കാരൻ, അമേരിക്കയിലെ ആയുധ കച്ചവടക്കാരൻ വിളിക്കുന്നു, 1 മിനിറ്റ് വന്നിട്ട് പോകും. അവ ചെല്ലും, എന്താന്ന് ചോദിക്കും. നിങ്ങളുടെ രാജ്യത്തിന് പറ്റിയ, നിങ്ങളുടെ അയൽ രാജ്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സാധനമാണ് ഇതാണ്ട്, ഇത് കണ്ടോ, അതിന്റെ ഗുണഗണങ്ങളൊക്കെ വിശേഷം. ഞങ്ങൾക്ക് കമ്മി ബഡ്ജറ്റാണ്, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ തന്നെ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്തോളാം, ഇതിലേക്ക് ഇവിടെ നിന്ന് ഒപ്പിട്ടാൽ മതി, 10-15 വർഷമായിട്ട് നിങ്ങൾ അടച്ചു തീർത്താൽ മതി. അപ്പം രാജ്യത്തിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസയും കൊടുക്കണ്ട. ചില കച്ചവടം അങ്ങനെ ഉണ്ടല്ലോ, ബുക്ക് ട്രാൻസ്ഫർ. അപ്പം ഈ ഭരണാധികാരി ഒപ്പിട്ട് കൊടുക്കുന്നു. അപ്പൊ അദ്ദേഹം സഞ്ചിയിൽ ഈ ആയുധം തൂക്കി പോകുന്നതായിട്ടാണ്. കാര്യം അങ്ങനെ കൊണ്ടുപോകുന്ന ആയുധമാണ്. പുള്ളിയുടെ ഈ നർമ്മരസികത്വം പറഞ്ഞ എഴുത്താണ്. അപ്പോൾ അതാ വരുന്നു, ഇപ്പൊ ഈ കച്ചവടം നടത്തിയ രാജ്യത്തിന്റെ അയൽ രാജ്യത്തിലെ ഭരണാധികാരി വരികയാണ്. ശബ്ദം വെച്ച് വിളിക്കുന്നു. തന്റെ അയൽക്കാരൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുള്ള ആയുധം എന്താന്ന് വല്ല പിടിയുണ്ടോ? എന്താ ചോദിക്കുക. നിങ്ങളുടെ ഭസ്മമായി പോവും ആയുധം വെച്ച്. എന്താ ചെയ്യുക? ഒരു പ്രശ്നവുമില്ല. ഈ സംഭവങ്ങൾ കണ്ടോ? ഈ സംഭവങ്ങൾ നിങ്ങളുടെ കൈവശം, നിങ്ങളുടെ ആയുധ ശേഖരത്തിലുണ്ടെങ്കിൽ പിന്നെ അവൻ അനങ്ങാൻ പറ്റില്ല നിങ്ങൾക്ക്.
അങ്ങനെയാണ്. പക്ഷേ പൈസയ്ക്ക് മുട്ടാണല്ലോ. ഈ ബുക്കിനകത്ത് ഒപ്പിട്ടാൽ മതി, മറ്റേ വ്യവസ്ഥ ബുക്ക് ട്രാൻസ്ഫർ ഭാവി നിങ്ങൾ അടച്ചു തീർത്താൽ മതി. ഇതൊരു അദ്ദേഹത്തിന്റെ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്നിപ്പോ ജീവിച്ചിരിപ്പില്ല. ആർട്ട് ബുച്ച്വാൾ സമീപകാലത്ത് ട്രംപ് സ്വീകരിച്ച ഏതെങ്കിലും ഒരു നയവുമായി ഈ ആർട്ട് ബുച്ച്വാളിന്റെ കഥയ്ക്ക് വല്ല സാമ്യവും നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾക്കൊരു ക്വിസാണ്, നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പത്രമൊക്കെ വായിച്ച് ഇവിടുത്തെ ബുദ്ധിജീവികളാണല്ലോ. പാകിസ്ഥാൻ ഉത്തരത്തിന്റെ ഒരു ശരിയായ ഭാഗം തന്നെയാണ്. അത് മാത്രമല്ല, അതുപോലെ തന്നെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള വേറൊരു കാര്യമുണ്ട്. ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ആലോചിച്ചു, ഒരു കാര്യമല്ല, പല കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. ഈ പ്രദേശത്തുകാരനായിട്ടുള്ള ടി വി ചന്ദ്രന്റെ സിനിമയുണ്ടല്ലോ, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പം ഈ ട്രംപിന്റെ ഭീഷണികളിൽ ഒന്ന്, നിങ്ങൾ റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നു. എണ്ണ മാത്രമല്ല, ആയുധം വാങ്ങുന്നു. പാടില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ക്വിസ് പോലെ ചോദിച്ചപ്പോ ആദ്യം എന്റെ മനസ്സിലുണ്ടായിരുന്ന ഇതുമല്ല. പാകിസ്ഥാന്റെ കാര്യവും ശരിയാണ്, അതും വന്നില്ല. റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങുന്നു എന്ന് പറഞ്ഞതും വന്നില്ല. എന്റെ മനസ്സിലുണ്ടായ ഇതിനേക്കാളും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നാറ്റോ രാജ്യങ്ങളുടെ ഹേഗിൽ വെച്ച് അതിന്റെ ഉച്ചകോടി നടക്കുകയായിരുന്നു. അപ്പൊ അതിൽ പോവില്ല ട്രംപ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് അയാള്. കാര്യം നാറ്റോ എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിലൊക്കെയുള്ള തർക്കങ്ങളൊന്നും ഇടപെടാനൊന്നും എന്നെ കിട്ടില്ല. നിങ്ങൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്തു. അങ്ങനെ ഒരു നിലപാടാണ് ട്രംപ് എടുത്തത്. അതിന്റെ പിന്നിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടണമെന്നുള്ള ഒരു ചിന്തയും ഉണ്ട് കേട്ടോ. ഈ വർത്തമാനം പറയുന്നില്ല. യുദ്ധം ഞാൻ ഇടപെട്ട് നിർത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പാകിസ്ഥാന്റെ അടുത്തുനിന്നും വൈറ്റ് ഹൗസിൽ നിന്ന് നേരിട്ട് തന്നെ അപേക്ഷ അയച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ പത്മശ്രീ കിട്ടാൻ ആൾക്ക് നേരിട്ട് അപേക്ഷിക്കാം. അങ്ങനെയാണ് നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള പരിഷ്കാരമാണ്. ഇതുവരെ മറ്റുള്ളവരാണ് പറയേണ്ടത്. കണ്ണൻ പെരുവണ്ണാന് കൊടുക്കൂ, അല്ലെങ്കിൽ ബാലമുരളി കൃഷ്ണയ്ക്ക് കൊടുക്കൂ, യേശുദാസിന് കൊടുക്കൂ എന്നൊക്കെ ബാക്കിയുള്ളവർ പറയുകയാണ്. ഇപ്പൊ ആളുകൾ നാണം കെടുത്തുകയാണ്. നിങ്ങൾ തന്നെ അപേക്ഷിക്കണമെന്നാണ് മോഡി പറയുന്നത്. ആ മോഡിയുടെ അളിയനെയാണ് ട്രംപും തെളിയിച്ചുകൊണ്ട് വൈറ്റ് ഹൗസിൽ നേരിട്ട് പുള്ളി പറയുകയാണ് എനിക്ക് നോബൽ സമ്മാനം തരണമെന്ന്. പാകിസ്ഥാനും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ചർച്ച നടക്കുന്നതിനിടയ്ക്ക് ഈ നാറ്റോയുടെ ഉച്ചകോടി ഹേഗിൽ നടക്കുന്നത് സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ ട്രംപ് പറഞ്ഞു അവിടെ നിന്ന് ഞാൻ അതിനൊന്നും വരില്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തു, നിങ്ങൾ കാശ് മുടക്കിയോ, എനിക്കതിനൊന്നും വരാൻ പറ്റില്ല. അപ്പം അതിന്റെ സൈനിക കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന വിദ്വാൻ വൈറ്റ് ഹൗസിൽ പോയി ട്രംപിനെ കാണാൻ. എന്നിട്ട് നമുക്ക് കിട്ടിയ പല വഴിയിൽ ഇങ്ങനെ ഒരു ആദ്യം ട്രംപിന് ഏറ്റവും ഇഷ്ടം പുള്ളിയെ പൊഴുത്തലാണ്. എല്ലാം പൊഴുത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ വന്നാൽ മാത്രമേ ഈ നാറ്റോയൊക്കെ ശക്തിപ്പെടുത്തി, നാറ്റോ ശക്തിപ്പെട്ടാലേ ലോക സമാധാനം നിലനിൽക്കൂ. അങ്ങനെയാണ്, അങ്ങനെ ഉണ്ടല്ലോ ഒരു സിദ്ധാന്തം. അപ്പൊ ട്രംപ് പറഞ്ഞു ഞാൻ വരാം, പക്ഷേ നിങ്ങൾ യൂറോപ്പിലുള്ള നാറ്റോ രാജ്യങ്ങൾ നിങ്ങളെല്ലാം നിങ്ങളുടെ പ്രതിരോധ ബഡ്ജറ്റ് എത്രയാ 5% ഉയർത്തണം. ഈ രാജ്യങ്ങളിലേക്ക് പ്രതിരോധ ബഡ്ജറ്റ് 1.5, 2 കൂടിപ്പോയ 2.5 അങ്ങനെയാണ്, ആ റേഞ്ചിലാണ്. ഇരട്ടിയിലധികമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ GDP-യുടെ 5% നിങ്ങൾ ഡിഫൻസ് ബഡ്ജറ്റ് എന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ട്രംപ് അവരംഗീകരിച്ചു. അപ്പൊ ഇയാൾ പോയി ഹേഗിലേക്ക് പോയി പങ്കെടുത്തു. അപ്പൊ ഈ ഡിഫൻസ് ബഡ്ജറ്റ് 5% വർദ്ധിപ്പിച്ചാൽ അമേരിക്ക ഒന്ന് വാങ്ങണമെന്നുള്ളത് അനുക്തസിദ്ധം. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. വേറെ ഇടത്തൊന്നും വാങ്ങാൻ പറ്റത്തില്ല. വേണേ ഇസ്രായേലിൽ നിന്ന് വാങ്ങാൻ സമ്മതിക്കും. അപ്പൊ ഇത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഓരോ രാജ്യവും ആയുധങ്ങൾ കുഞ്ഞുമുട്ടി വെച്ച് അയൽ രാജ്യത്തെ ശത്രുവാണെന്ന് കണ്ടുകൊണ്ട് അയൽ രാജ്യത്ത് നേരിടാൻ നിൽക്കുക. ഇപ്പൊ ഇന്ത്യയെ കൊണ്ട് ആയുധം വാങ്ങിപ്പിക്കുന്നു. സഹാബ് പറഞ്ഞ പോലെ പാകിസ്ഥാനും കൊടുക്കുന്നില്ല ആയുധവും. ചില ആയുധങ്ങൾ ഇന്ത്യക്ക് തരാത്ത പിന്നെ കൂടുതൽ ആധുനികമായ ആയുധങ്ങളാണ് പാകിസ്ഥാന് കൊടുക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നു, മനുഷ്യനെ രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുന്നു, വർഗീയമായ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. ഈ ഭിന്നിക്കുന്നവർക്ക് പരസ്പരം വെടിവെക്കാനുള്ള ആയുധം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ട് എന്ന് പറയുന്നു. രാജ്യങ്ങളോടും ആളുകളോടും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു, തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നു.
അപ്പോൾ സാമ്രാജ്യത്വവും വർഗീയതയോടെ വംശീയത എന്നെല്ലാം ഉള്ള അർത്ഥത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത പ്രതിഭാസങ്ങൾ എന്ന തരത്തിൽ വികസിപ്പിച്ച് വായിക്കണം. വർഗീയത എന്ന് മാത്രം, കമ്മ്യൂണലിസം എന്ന് മാത്രം പറഞ്ഞുകൂടാ, അതിൽ കൂടുതലുണ്ട്. അതെല്ലാം പക്ഷെ വർഗീയത എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ഒരു ചർച്ച നമ്മുടെ ഏതെങ്കിലും പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ അതിൽ കൂടുതൽ ആളുകളുടെ ബോധത്തിലേക്ക് എത്തണം. എന്തുകൊണ്ട് പാലസ്തീൻ ഇങ്ങനെ രക്തമൊഴുകിക്കൊണ്ടിരിക്കുന്നു? പഹൽഗാമിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായി പ്രശ്നമുണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോൾ 98 മണിക്കൂർ ഉണ്ടായപ്പോൾ പുള്ളി പറയുകയാണ് സീസ് ഫയർ, യുദ്ധത്തിലേക്ക് നീങ്ങരുത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെന്ന് നമ്മുടെ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. കാര്യം യുദ്ധം വഴിയല്ല ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ സമീപനം. അപ്പൊ നമുക്ക് വേണേ പറയാം, നമ്മുടെ പാർട്ടിയുടെ സമീപനം നടപ്പാക്കാൻ തൽക്കാലം വന്നത് ട്രംപാണ്. സീസ് ഫയർ നടപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് ട്രംപ് വന്നിട്ട് അങ്ങനെ പറയാൻ, ട്രംപ് പറഞ്ഞിട്ടല്ല യുദ്ധം ഒഴിവാക്കേണ്ടത്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രശ്നങ്ങൾ നയതന്ത്രപരമായി ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. മറ്റു മാർഗങ്ങളെല്ലാം ഉണ്ട്. ഇന്ത്യൻ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് വേണ്ടത്. ആ സമീപനം നമ്മൾ പറയുമ്പോൾ സിംല കരാറിൽ പറയുന്നു തേർഡ് പാർട്ടി പങ്കാളിത്തം പാടില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും ചർച്ച ചെയ്ത് നിൽക്കുകയാണ്. മൂന്നാം കക്ഷി അതിനകത്ത് ഇടപെട്ടൂടാ എന്ന് പാകിസ്ഥാനും ഇന്ത്യയും പറഞ്ഞു പോന്നിരുന്നു. അത് ഉപേക്ഷിച്ചുകൊണ്ടാണ് ട്രംപ് കടന്നു വരുന്നു. ട്രംപ് പ്രഖ്യാപിക്കുന്നു സീസ് ഫയർ ആയിരിക്കുന്നു. അത് വലിയ അപകടമായിട്ട് നീങ്ങുമായിരുന്നു. പക്ഷെ ഞാൻ രണ്ടു കൂട്ടരെയും ഗുണദോഷിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു കച്ചവടമൊന്നും നടത്തില്ല നിങ്ങളുമായിട്ട്, കേട്ടോ, ട്രേഡ്. ഇത് പുള്ളി അവിടെ അമേരിക്കയിലെ കേസ് നടക്കുന്നുണ്ട്. ഈ ഏകോഷിയുമായിട്ട് ട്രംപ് പലതും പ്രഖ്യാപിക്കുന്ന ഭരണഘടനാപരമല്ല, ഈ ചുങ്കം പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു കേസ് നടന്നപ്പോൾ അമേരിക്കൻ കോടതിയിൽ ട്രംപിന് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ള അഫിഡവിറ്റ് എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ന്യൂക്ലിയർ യുദ്ധം തന്നെ നടന്നേനെ, ട്രേഡ് ഒരു ആയുധമായിട്ട് അവരെ ഭീഷണിപ്പെടുത്താൻ ഞാൻ ഉപയോഗിച്ചു. ആ ഭീഷണിക്ക് പിന്നിലാണ് പാകിസ്ഥാനും ഇന്ത്യയും സീസ് ഫയറിന് തയ്യാറായത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എന്തും പറയാനുള്ള എന്റെ ഈ പ്രത്യേക അവകാശം, അടിയന്തര ഘട്ടത്തിൽ പ്രസിഡന്റിന് ചില തീരുമാനങ്ങൾ എടുക്കാൻ അവകാശം കൊടുക്കുന്നുണ്ട് അമേരിക്കൻ ഭരണഘടന. പക്ഷെ ഇതുപോലെ പിച്ചുമ്പയും പറയാനല്ല യഥാർത്ഥത്തിൽ. പിച്ചുമ്പയെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് കോടതി ചോദ്യം ചെയ്തപ്പം ട്രംപ് അവകാശപ്പെട്ടത് ഈ പ്രത്യേക അവകാശം പ്രത്യേക സമയത്ത് മാത്രം, അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് നൽകിയിട്ടുള്ള ഭരണഘടന നൽകുന്ന ഈ അവകാശം, അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ വലിയൊരു ലോക യുദ്ധം ഒഴിവാക്കിയത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള, നിങ്ങൾക്ക് അറിയൂ എന്ന് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഒരു ഭാഗത്ത് രാജ്യങ്ങളെ ഭിന്നിപ്പിക്കുക, ജനതയെ ഭിന്നിപ്പിക്കുക, ഗസയിലെ പോലെ ചോര കുരുതി നടത്തുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സീസ് ഫയർ വേണമെന്ന് പറഞ്ഞിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഗസയിൽ സീസ് ഫയർ വേണമെന്ന് പറയുന്നു. വേണ്ടാന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രയേലും മാത്രമാണ്. അപ്പോൾ എത്ര വലിയ വഞ്ചനയാണ് സാമ്രാജ്യത്വം നടത്തുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അവർ അവരുടെ ചൂഷണവും ആധിപത്യവും ലോകത്ത് അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ. നാം ചർച്ച ചെയ്തു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ തീരുമാനിച്ച EMS പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തെ അനുമോദിക്കുമ്പോൾ തന്നെ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, വിഷയത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് എല്ലാ നാട്ടുകാരുടെയും ബോധത്തിലേക്ക് വരണം. നാട്ടുകാരെല്ലാം ഈ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറഞ്ഞിട്ട് നല്ലൊരു നേട്ടം നമ്മൾ കേരളത്തിലുണ്ടാക്കി. പക്ഷെ രാഷ്ട്രീയ സാക്ഷരതയും വർദ്ധിക്കണം. അത് വളരെ പ്രധാനമാണ്. രാഷ്ട്രീയ സാക്ഷരത വർദ്ധിക്കാതിരുന്നാൽ കള്ളപ്രചാര വേലകളും മാധ്യമങ്ങളുടെ വളച്ചൊടിക്കലുകളും ഒക്കെ നമ്മുടെ ബോധത്തെ വഴിതെറ്റിച്ചു എന്ന് വരാം. അതുകൊണ്ട് ഈ പഠന പരിപാടി എല്ലാ തലങ്ങളിലേക്കും കൊണ്ടുപോകാൻ EMS പഠന കേന്ദ്രം ശ്രദ്ധ വെക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത് സൂചിപ്പിച്ചുകൊണ്ട് ക്ഷമാപൂർവം എന്റെ വാക്കുകൾ കേട്ടിരുന്ന നിങ്ങളോടെല്ലാം നന്ദി പറയുന്നു. അനശ്വരനായ രക്തസാക്ഷി സഖാവ് ബാലകൃഷ്ണന്റെ രക്തസാക്ഷി ദിനം കൂടിയാണിത്. ആ സഖാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ രക്താഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.